ഹലോ എവരി വൺ. അപ്പോൾ +1 മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ +1 പുതിയൊരു ചാപ്റ്റർ ആണെന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി നിങ്ങൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്ലൂയിഡിന്റെ പ്രോപ്പർട്ടിയാണ്. ഫ്ലൂയിഡിന്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടിയാണ് ആക്ച്വലി നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, ലിക്വിഡ് മാത്രമല്ല അവിടെ വരുന്നത്. ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഗ്യാസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് വരുന്ന ഒരു കോമ്പിനേഷനാണ് നമ്മൾ എന്തെന്ന് പറയാ, ഫ്ലൂയിഡ് എന്ന് പറയാം. അതായത് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ വെറും ലിക്വിഡ്സ് മാത്രമല്ല ഗ്യാസും കൂടി ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നതാണ് എന്ത്, ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ. ബേസിക്കലി ഫ്ലൂയിഡിന്റെ മീനിങ് എന്ന് പറയുന്നത് തന്നെ എന്താണ്, ഫ്ലോ ചെയ്യാൻ കഴിയുന്നവയെയാണ് നമ്മൾ ഫ്ലൂയിഡ്സ് എന്ന് പറയാം. അതായത് ഫ്ലോ ചെയ്യാൻ സാധിക്കുന്നവയെ എല്ലാത്തിനെയും നമ്മൾ എന്ത് ചെയ്യും, ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരും. അതിൽ ലിക്വിഡ് ആവാം, ഗ്യാസ് ആവാം. ഗ്യാസിനും എന്ത് ചെയ്യാം, ഫ്ലോ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്യാസിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ ലിക്വിഡിന്റെയും ഗ്യാസിന്റെയും ഇവരുടെ രണ്ടിന്റെയും കൂടിയുള്ള മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഫ്ലൂയിഡിന്റെ കേസിൽ ഇവിടെ പഠിക്കുന്നത്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞ് നമ്മളിവിടെ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൽ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കേസ്. നമ്മൾ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ അവിടെ ആരും കൂടി ഉണ്ട്, ലിക്വിഡ് മാത്രമല്ല അവിടെ ഗ്യാസും കൂടി ഉണ്ട് എന്നുള്ള ഒരു ഐഡിയ വേണം. ഇതെല്ലാം എന്താണ്, ലിക്വിഡ് എന്ന് പറഞ്ഞാലും ഗ്യാസ് എന്ന് പറഞ്ഞാലും എന്താ, മോളിക്യൂൾസിന്റെ അറേഞ്ച്മെന്റ്സിൽ ഉണ്ടാവുന്ന വ്യത്യാസമാണ് അല്ലെ. ലിക്വിഡില് സോളിഡിൽ എന്താണ്, മോളിക്യുലാർ അറേഞ്ച്മെന്റ് ഭയങ്കര ടൈറ്റ്ലി പാക്ഡ് ആയിരിക്കും. ലിക്വിഡ്സിൽ എന്തായിരിക്കും, അത് കുറച്ചും കൂടി ഫ്രീ ആയിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. ഗ്യാസിൽ നല്ല ഡിസ്റ്റൻസിലും നല്ല ഫ്രീ ആയിട്ട് തന്നെ ആയിരിക്കും എന്തുണ്ടാവുക, ഈ പറഞ്ഞ മോളിക്യുലാർ അറേഞ്ച്മെന്റ്സ് ഉണ്ടാവുക. ഓക്കെ, സോ ലിക്വിഡും ഗ്യാസിലും ആണ് കുറച്ചും കൂടി ഫ്രീ ആയിട്ട് എന്താ മോളിക്യുലാർ അറേഞ്ച്മെന്റ് ഉള്ളത്. സോ അതുകൊണ്ടാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന, ഫ്ലോ ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടാവുന്നത്. ഓക്കെ, സോ അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇനി ഇവിടെ നമ്മളൊരു ഈ പറഞ്ഞ ഫ്ലൂയിഡ്സിന്റെ കേസിൽ വരുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട കുറച്ച് ഫണ്ടമെന്റൽ ആയിട്ടുള്ള കൺസെപ്റ്റുകൾ ഉണ്ട്. അതിലൊന്നാണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത്, പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, പ്രഷർ നിങ്ങൾ ചെറിയ ക്ലാസ്സിലോട്ട് പ്രഷർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നിങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലെ. മർദ്ദം എന്ന് മലയാളത്തിൽ പറയും. പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി ചെറിയ ക്ലാസ്സിലോട്ട് അറിയാവുന്നതുകൊണ്ട് നമുക്ക് നേരെ ഇക്വേഷനിൽ തന്നെ പറയാം. ഇറ്റ് ഈസ് ഫോഴ്സ് ബൈ ഏരിയ അല്ലെ. ഒരു ഏരിയയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രഷർ എന്ന് പറയുന്നത് അല്ലെ. ബേസിക്കലി എന്താണ്, പ്രഷർ ഈസ് എ ഫോഴ്സ് ബൈ ഏരിയ. ഓക്കെ, അപ്പൊ ഇതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് പറയാം. ഇതെന്താ, ഒരു സ്കാലാർ ക്വാണ്ടിറ്റി ആണ്. ഇറ്റ് ഈസ് എ സ്കാലാർ ക്വാണ്ടിറ്റി. ഓക്കെ, സ്കാലാർ ക്വാണ്ടിറ്റിയുടെ മീനിങ് എന്താ, സ്കാലാർ വെക്ടർ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് സ്കാലാറിന്റെ മീനിങ് എന്ന് പറയുന്നത്, വിത്തൗട്ട് ഡയറക്ഷൻ മാഗ്നിറ്റ്യൂഡും യൂണിറ്റും ഉള്ള ക്വാണ്ടിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, സ്കാലാർ എന്ന് പറയാം. വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ, അഡീഷണലി അവിടെ നമ്മൾ ഡയറക്ഷനും കൂടി സ്പെസിഫൈ ചെയ്യും. ഓക്കെ, വിത്തൗട്ട് ഡയറക്ഷൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് യൂണിറ്റ് ഉള്ള ഒരു ക്വാണ്ടിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, സ്കാലാർ ക്വാണ്ടിറ്റി എന്ന് പറയാ. ഓക്കെ, ഇതിന്റെ യൂണിറ്റ് എന്താണ്, ഫോഴ്സ് ആണ്. ഫോഴ്സ് ഉണ്ട്, അപ്പോൾ ന്യൂട്ടൺ. ഓക്കെ, ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണെന്നറിയാം. ഡിവൈഡഡ് ബൈ, അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു വര വരയ്ക്കണം. ഏരിയയുടെ യൂണിറ്റ് എന്താ, മീറ്റർ സ്ക്വയർ ആണ് വര അല്ലെ. മീറ്റർ സ്ക്വയർ ആണ് വര. അപ്പോൾ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, ഓർ എനിക്ക് എങ്ങനെ എഴുതാം, ന്യൂട്ടൺ മീറ്റർ റേസ് ടു -2 ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഓക്കെ, ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. പക്ഷെ നമ്മൾ ഇതിനെ കോമൺ ആയിട്ട് ഈ ഒരു യൂണിറ്റിനെ പറയുന്നതാണ് പാസ്കൽ എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, ഇതിനെ നമ്മൾ എന്ത് പറയും, പാസ്കൽ എന്ന് പറയും. ഓക്കെ, പാസ്കൽ ഈ പ്രഷറുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് എന്താ പറയാ, ഒബ്സർവേഷൻസും പരീക്ഷണങ്ങളും നടത്തിയിട്ടുള്ള വ്യക്തിയാണ് പാസ്കൽ. അപ്പൊ അദ്ദേഹത്തിന്റെ എന്താ പറയാ, ആദരവ് മൂലമാണ് നമ്മൾ ആ ഒരു പാസ്കൽ എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി ചെയ്യുന്നത്. PA എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഐദർ എന്താണ്, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ എന്താ, ന്യൂട്ടൺ മീറ്റർ റേസ് ടു -2 എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, പാസ്കൽ എന്നുള്ള രീതിയിൽ കൊടുക്കാം. ഓക്കെ, ഏത് രീതി വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ യൂണിറ്റ് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും ഈ യൂണിറ്റോടെ എഴുതാം. യൂണിറ്റ് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫിസിക്സിൽ എപ്പോഴും എഴുതുമ്പോൾ എന്താണ്, യൂണിറ്റ് വളരെ മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ജസ്റ്റ് എന്താണ്, നമ്മളൊരു ആൻസർ എഴുതി അത് വെറും നമ്പേഴ്സ് ആണ്. ആ നമ്പേഴ്സിന് മീനിങ് വരണമെങ്കിൽ അവിടെ എന്ത് വേണം, യൂണിറ്റ് ആഡ് ചെയ്യാം. യൂണിറ്റ് എന്ന് പറഞ്ഞ ഒരു ഐഡന്റിറ്റി ആണ്. ഓക്കെ, നമ്മളൊരു നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ ഐഡന്റിറ്റി കാർഡ് ഇടില്ലേ, സിമിലർലി അതുപോലത്തെ ഒരു ഐഡന്റിറ്റി ആണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത്, ഓരോ വാല്യൂസിനും കൊടുക്കുന്ന നമ്മളെ യൂണിറ്റ്. ആ യൂണിറ്റ് കൊടുത്താലാണ് ആ വാല്യൂവിന് മീനിങ് ഉള്ളൂ. 12 എന്ന് പറയുമ്പോൾ അത് ജസ്റ്റ് നമ്പേഴ്സ് ആണ്. 12 എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, 12 ആൾക്കാരാവാം, അല്ലെങ്കിൽ എന്താ പറയാ, 12 വണ്ടികളാവാം. പക്ഷെ 12 കിലോഗ്രാം എന്ന് പറയുമ്പോഴാണ് അവിടെ ഒരു ഭാരത്തിന്റെ അളവിലേക്ക് ആ 12 മാറുന്നത്. അതുവരെ എന്താണ്, അത് വെറും നമ്പേഴ്സ് ആണ്. ഓക്കെ, വെറും വാല്യൂസ് ആണ്, കോൺസ്റ്റന്റ് വാല്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ
ഇതിൽ പ്രഷറിന്റെ കേസിൽ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ക്വാണ്ടിറ്റീസ്. അപ്പോൾ ഒരു കാര്യം കൂടി നോക്കാം. നിങ്ങൾ ഡയമെൻഷണൽ അനാലിസിസ് പഠിക്കുന്നത് കൊണ്ട് തന്നെ ഡയമെൻഷണൽ ഫോർമുല കൂടി ഞാനിവിടെ എഴുതാണ്. കാരണം ഇത് എന്താണ് ചോദിക്കാറുണ്ട് നിങ്ങളുടെ യൂണിറ്റ് ആൻഡ് മെഷർമെന്റ്സിന്റെ ക്വസ്റ്റ്യൻസ് ഭാഗമായിട്ട്. എന്താ മറ്റ് ചാപ്റ്റേഴ്സിലെ ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷനും കൂടി എക്സാമിന് ചോദിക്കും. ഇപ്പോൾ പ്രഷറിന്റെ യൂണിറ്റ് എന്താണ്? പ്രഷറിന്റെ ഡയമെൻഷണൽ ഫോർമുല ml⁻⁻1 T⁻⁻2 ആണ് വരാം. ഓക്കെ, T⁻⁻2 ആണ് വരാം. ml⁻⁻1 T⁻⁻2 ആണ് വരാം. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ഒരു പാസ്കലാണ് നമ്മുടെ ഒരു SI യൂണിറ്റ് എങ്കിൽ പറയുന്നെങ്കിലും കോമൺ യൂണിറ്റ് ആയിട്ട് നമ്മൾ എടുക്കാറുള്ളത് പ്രഷറിലെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ്. ATM എന്നാണ് പറയാ. ഓക്കെ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ATM അറ്റ്മോസ്ഫിയറിക് പ്രഷർ ATM എന്നാണ് നമ്മൾ പറയാം. സോ ഇത് സീ ലെവലിലുള്ള ഒരു പ്രഷറിന്റെ അളവിനെയാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, സീ ലെവലിലുള്ള അളവിലുള്ള പ്രഷറിനെയാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിട്ട് എടുക്കുന്നത്. സോ ഇവിടെ 1 ATM എന്ന് പറയുന്നത് ഏകദേശം 1 ATM എന്ന് പറയുന്നത് ഏകദേശം എത്രയാണെന്ന് അറിയോ? 1.013 into 10⁵5 പാസ്കലാണ്. ഓക്കെ, 10⁵5 ആണ്. 10⁵5 പാസ്കലാണ് എന്ത് വരുന്നത്? അതിന്റെ കൺവേർഷൻ വരുന്നത്. അതായത് പാസ്കൽ ടു ATM അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൺവേർഷൻ വരുന്നത് 1 ATM എന്ന് പറയുന്നത് 1.013 into 10⁵5 പാസ്കലാണ് വരുന്നത്. ഇത് കാണാതെ പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, കൺവേർഷൻ കാണാതെ പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രഷർ എന്ന് പറയുന്ന കൺസെപ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം. കാരണം ഈ ഒരു ചാപ്റ്ററിൽ ഒട്ടനവധി സ്ഥലങ്ങളിൽ എന്താണ് നമ്മൾ പ്രഷറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നത്. കാരണം പ്രഷർ ഒരു എന്താ പറയാ ഫ്ലൂയിഡ്സിന്റെ കേസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് പ്രഷറിന്റെ കേസ് എന്ന് പറയുന്നത്. അത് ഗ്യാസ് ആയാലും ലിക്വിഡ് ആയാലും പ്രഷർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കേസാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രഷറിന്റെ ബേസിക്സ് കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞു പോകുന്നത്. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആളാണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താ നിങ്ങൾക്ക് അറിയാം? എന്താ? മാസ് ബൈ വോളിയം. ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള എന്താണ്? മാസ് ബൈ വോളിയം അല്ലേ? മാസ് ബൈ വോളിയം ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡെൻസിറ്റി അല്ലെങ്കിൽ റോ എന്ന് ഡിനോട്ട് ചെയ്യും. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ റോ എന്ന് ഡിനോട്ട് ചെയ്യും ഡെൻസിറ്റിനെ. ഞാനിവിടെ എഴുതിയെന്നുള്ളൂ മാസ് ബൈ വോളിയം എന്നുള്ള രീതിയിൽ. ഓക്കെ, സിമിലർലി ഇതിന്റെ യൂണിറ്റ് എന്തായിരിക്കും? എന്താ ഇതിന്റെ വരാ? മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ഡിവൈഡഡ് ബൈ വോളിയം എന്ന് പറയുമ്പോൾ മീറ്റർ ക്യൂബ് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് എഴുതുക അതിനെ? നമ്മൾ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഓർ എങ്ങനെ എഴുതും? കിലോഗ്രാം മീറ്റർ റേസ് ടു -3 അല്ലേ? കിലോഗ്രാം മീറ്റർ റേസ് ടു -3. ഇതിന്റെ ഡയമെൻഷൻ ഫോർമുല വരുമ്പോൾ എന്തുണ്ടാവും? ml⁻⁻3 ആവും അല്ലേ? ml⁻⁻3 ഇതാണ് എന്തെന്ന് പറയുന്നത്? അതിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത്. ഇനി ഒരു കേസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഡെൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് 4 degrees Celsius. ഡെൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് 4 degrees Celsius എന്ന് പറയുന്നത് എത്രയാണെന്ന് അറിഞ്ഞിരിക്കണം? 1000 ആണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണെന്ന് അറിഞ്ഞിരിക്കണം. ഈ ഒരു വാല്യൂ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഡെൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് 4 degree എന്ന് പറയുന്നത്. കാരണം ഈ ഒരു വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് കണ്ടുപിടിക്കുന്നത്. അതായത് ഒരു സബ്സ്റ്റൻസിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ആ സബ്സ്റ്റൻസിന്റെ ഡെൻസിറ്റിയെ ഈ എന്താണ് ഡെൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് 4 degree കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. അപ്പൊ കിട്ടുന്ന വാല്യൂ ആണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത്? റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ആ കേസും കൂടി ഒന്ന് പറയാം. റിലേറ്റീവ് ഡെൻസിറ്റി. ഓക്കെ, റിലേറ്റീവ് ഡെൻസിറ്റി. സോ നമുക്കൊരു സബ്സ്റ്റൻസിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി കാണണം. സോ അത് കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ആ സബ്സ്റ്റൻസിന്റെ ഡെൻസിറ്റി. സോ ഡെൻസിറ്റി ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ density of water at 4 degree Celsius. അതായത് നമുക്ക് ഒരു സബ്സ്റ്റൻസിന്റെ അത് എന്ത് വേണമെങ്കിലും ആവാം, ലിക്വിഡോ ഫ്ലൂയിഡ് എന്ത് വേണമെങ്കിൽ ലിക്വിഡോ ഗ്യാസ് എന്ത് വേണമെങ്കിലും ആ സബ്സ്റ്റൻസിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ അതിനെന്ത് ചെയ്യുക? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ് കേസ്.
അപ്പോൾ 1000 എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ 1000 എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ് ആണെന്നുള്ള ഒരു ഐഡിയ ആണ് ഞാനിവിടെ കൊണ്ട് വെക്കുന്നത്. ഓക്കെ, റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇതും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കേസാണ്. ഈ റിലേറ്റീവ് ഡെൻസിറ്റിക്ക് ഡയമെൻഷൻ ഇല്ല, അതൊരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണ്. കാരണം ഇവിടെ നോക്കാം, നിങ്ങൾ 2 ഡെൻസിറ്റിനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ 2ന്റെ യൂണിറ്റ് ക്യാൻസൽ ആയി പോകും. 2 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബൻ അല്ലേ? അപ്പൊ എന്താണ്, 2 യൂണിറ്റുകൾ എന്താവും, ക്യാൻസൽ ചെയ്തു പോകും. അപ്പൊ ഇതിന് യൂണിറ്റ് ഉണ്ടാവില്ല. അതൊരു ബേസിക് തോട്ടാണ്. നമ്മൾ ആ ഒരു ലോജിക് യൂസ് ചെയ്താൽ മതി. നമ്മൾ സെയിം ക്വാണ്ടിറ്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്യാണ്, അപ്പൊ ആ 2 യൂണിറ്റ് എന്താവും, ക്യാൻസൽ ചെയ്തു പോകും. ഓക്കെ, അപ്പൊ അതെന്താ, ഒരു ഡയമെൻഷൻ ഇല്ലാത്തൊരു ക്വാണ്ടിറ്റി ആണ് നമുക്ക് റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ. ഇനി ഇൻ കേസ് നിങ്ങളോട് ഇങ്ങനെ ഒരു ചോദ്യം വരാണെങ്കിൽ നിങ്ങൾ അത് മനസ്സിലാക്കണം. എന്താ, റിലേറ്റീവ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താ, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് അല്ല, അത് ഡെൻസിറ്റിയുടെ യൂണിറ്റ് ആണ്. കാരണം റിലേറ്റീവ് ഡെൻസിറ്റിക്ക് ഡയമെൻഷൻ ഇല്ലാത്തതിന്റെ കാരണം എന്താണ്, നമ്മൾ 2 ഡെൻസിറ്റികളെയാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി എന്താണ്, സെയിം യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ അത് ക്യാൻസൽ ചെയ്തു പോകും, യൂണിറ്റ് ഉണ്ടാവില്ല. ഓക്കെ, യൂണിറ്റ്ലെസ് ക്വാണ്ടിറ്റി ആണ് എന്ത്, റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ഐഡിയ ഞങ്ങൾ മൈൻഡിൽ ഉണ്ടാവണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡെപ്തിന്റെ വേരിയേഷൻ അനുസരിച്ച് പ്രഷറിൽ ഉണ്ടാവുന്ന മാറ്റത്തിനെ കുറിച്ചുള്ള ഒരു ഡെറിവേഷൻ നമ്മുടെ ഫസ്റ്റ് പാർട്ടിലുണ്ട്. ഓക്കെ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇപ്പോൾ അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ് തുടങ്ങുമ്പോൾ നിങ്ങൾ അവിടെ പഠിക്കുന്ന ഒരു കേസാണ് എന്ത്, വേരിയേഷൻ ഓഫ് പ്രഷർ വിത്ത് ഡെപ്ത്. ഡെപ്തിൽ ചേഞ്ച് വരുന്നതിനനുസരിച്ചുള്ള പ്രഷറിലെ മാറ്റമാണ് നമ്മളവിടെ നോക്കുന്നത്. സോ എഴുതാം, വേരിയേഷൻ ഓഫ് പ്രഷർ വിത്ത് ഡെപ്ത്. ഓക്കെ, വിത്ത് ഡെപ്ത്, ഡെപ്തിനനുസരിച്ച് പ്രഷറിൽ ഉണ്ടാവുന്ന വേരിയേഷൻ, ഇതാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ അതിനുവേണ്ടി ഞാനൊരു സിലിണ്ടറിക്കൽ സ്ട്രക്ചർ കൺസിഡർ ചെയ്യാണ്. ലെറ്റ്സ് സേ ഇതാണ് എൻ്റെ സ്ട്രക്ചർ എന്ന് കരുതാം. ആൻഡ് അതിൻ്റെ ഉള്ളിലായിട്ട് ഞാനൊരു ചെറിയ സ്മോൾ സിലിണ്ടർ കൺസിഡർ ചെയ്യാണ്. 2 പ്ലെയിനുള്ള ഒരു ചെറിയ സ്മോൾ സിലിണ്ടർ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, സോ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ടെന്ന് വിചാരിക്കുക, വാട്ടർ ഓർ എനിത്തിങ് എൽസ്, ഒരു ഫ്ലൂയിഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ഫസ്റ്റത്തെ, അതായത് സിലിണ്ടറിന് 2 ഫേസ് ഉണ്ടാവുമല്ലോ അല്ലെ, മുകളിലും പോയിട്ട് താഴെയായിട്ടാണ് കിടക്കുന്നത്. സോ മുകളിലെ ഫേസിൽ ഏരിയനെ ഞാൻ എ എന്ന് കൊടുക്കുകയാണ്, താഴത്തെയും എ തന്നെയാണ്. ഇവിടെ അനുഭവപ്പെടുന്ന പ്രഷർ ഞാൻ P1 എന്നും ഇവിടെ അനുഭവപ്പെടുന്ന പ്രഷർ ഞാൻ P2 എന്നും കൊടുത്തു. ഓക്കെ, P2 എന്നും കൊടുത്തു. ആൻഡ് ആ ഒരു സിലിണ്ടറിന്റെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് പറയുന്നത് ഞാൻ എന്താണ്, h ആയിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് h ആയിട്ട് കൊടുക്കുകയാണ്, ഞാൻ h ആയിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെ പ്രഷർ അനുഭവപ്പെടാന്ന് പറഞ്ഞാൽ ഇവിടെ ഫോഴ്സ് വരാന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു പരിപാടി. ഇവിടെ പ്രഷർ P1 എന്ന് പറയുമ്പോൾ അവിടേക്ക് ആ ഏരിയയിലേക്ക് എന്ത് വരുന്നുണ്ട്, ഒരു ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആൻഡ് ഇതിന്റെ മാസ് mg എങ്ങോട്ടായിരിക്കും, താഴോട്ടായിരിക്കും വരാം അല്ലെ, mg എങ്ങോട്ടാണ്, താഴോട്ടാണ് വരാം. സിമിലർലി ഇവിടെ ഒരു P2 എന്ന് പറയുമ്പോൾ എന്താ, ഈ ഒരു സർഫസിൽ ഈ ഒരു ഏരിയയിലേക്ക് എന്ത് വരും, പ്രഷർ വരും. ഇപ്പൊ ഏരോ മുകളിലേക്കായിരിക്കും പോവാം. ഓക്കെ, ഏരോ മുകളിലേക്കായിരിക്കും പോവാം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇനി ഇക്വിലിബ്രിയം കണ്ടീഷനിൽ നമ്മൾ എടുക്കുകയാണ്. ഇക്വിലിബ്രിയം കണ്ടീഷനിൽ എന്താണ്, ഈ റിസൾട്ടന്റ് ഫോഴ്സസ് എല്ലാം എന്ത് വേണം, ബാലൻസ് ചെയ്യണം. ഓക്കെ, റിസൾട്ടന്റ് ഫോഴ്സസ് എന്തായിരിക്കണം, ബാലൻസിങ് ആയിരിക്കണം. അപ്പോൾ എങ്ങനെയാണെന്ന് പറയാ, ഇവിടെ 2 ഫോഴ്സസ് സെയിം ഡയറക്ഷനിലാണ് ആഡ് ചെയ്തു പോകും. ഒരു ഫോഴ്സ് ആണ് ഒപ്പോസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇതെല്ലാ ഫോഴ്സസും എന്താണ്, ഈക്വൽ ആണെന്നാണ് പറയുന്നത്. അപ്പൊ എനിക്ക് എഴുതാം എങ്ങനെ, P2, അതായത് നിങ്ങൾ മനസ്സിലാക്കുക, പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഓക്കെ, ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പൊ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് എഴുതാം, PA എന്ന് എഴുതാം അല്ലെ, പ്രഷർ ഇൻറ്റു ഏരിയ എന്ന് എഴുതാം. സിമിലർലി ഇവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ്, അപ്പോൾ F2 എന്ന് പറയുന്നത് എനിക്ക് എങ്ങനെ ആക്കി എഴുതാൻ പറ്റും, F1 പ്ലസ് mg എന്നുള്ള രീതിയിൽ എഴുതാം. ഓക്കെ, ഇവിടെ F2 എന്ന് പറഞ്ഞാൽ എന്താ, P2A അല്ലെ, P2A ഈക്വൽ ടു എന്താണ്, P1A പ്ലസ് mg എന്നിങ്ങനെ കൊടുക്കാം. P1A പ്ലസ് mg എന്നുള്ള രീതിയിൽ കൊടുക്കാൻ പറ്റുമല്ലോ, കൊടുക്കാൻ പറ്റും അല്ലെ. ഞാൻ ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് എങ്ങനെയാണെന്നാണ് പറഞ്ഞത്. ഇനി ഞാൻ എന്ത് ചെയ്യാം, ഈ P1A ഇപ്പുറത്തേക്ക് എടുക്കാണ്, ഇതിനെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാണ്, ഈ ക്വാണ്ടിറ്റിനെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാണ് ഈക്വൽ ടു. അപ്പൊ എന്ത് വരും, P2A മൈനസ് P1A ഈക്വൽ ടു mg. ഓക്കെ, ഇവിടെ ഏരിയ കോമൺ അല്ലേ, അപ്പൊ ഏരിയനെ ഞാൻ പുറത്തേക്ക് എടുത്തു, കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. അപ്പൊ എന്ത് വരും, P2 മൈനസ് P1 ഇൻറ്റു A ഈസ് ഈക്വൽ ടു mg. P2 മൈനസ് P1 ഇൻറ്റു A ഈസ് ഈക്വൽ ടു mg. ഇനി നമുക്ക് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ അറിയാം. ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ ഡെൻസിറ്റിയുടെ ഫണ്ടമെന്റൽ ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. കാരണം ഇപ്പോൾ ഇവിടെ ഇതിന്റെ ആവശ്യം വരുന്നുണ്ട്. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് റോ ഈസ് ഈക്വൽ ടു എന്താ, മാസ് ബൈ വോളിയം ആണ് അല്ലെ, മാസ് ബൈ വോളിയം ആണ്. അപ്പൊ ഇതിൽ നിന്ന് എനിക്ക് മാസിന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കി കൂടെ, മാസിന് എന്തൊക്കെ ഇക്വേഷൻ ഉണ്ടാക്കാം, മാസ് ഈസ് ഈക്വൽ ടു എന്താണ്, റോ വി എന്ന് എനിക്ക് എഴുതാം അല്ലെ.
റോ ഇൻറ്റു വി, ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്നുള്ള രീതിയിൽ എഴുതാം. ഇനി സിലിണ്ടറിന്റെ വോളിയം എങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുക? വോളിയം V is equal to H into A അല്ലെ? H into A ആണെന്ത് വോളിയം നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ H എന്ത് ചെയ്യുക? ഈ വിക്ക് പകരം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ അപ്പൊ എന്ത് വരും? M എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റോ എച്ച് എ. ഓക്കെ, റോ എച്ച് എ എന്ന് വരും. ഈ M എന്ത് ചെയ്യുക? ഈ വാല്യൂല് mg ക്ക് പകരം ഈ എമ്മിന്റെ വാല്യൂ അവിടെ കൊടുക്കുക. അപ്പൊ എന്ത് വരും? P2 മൈനസ് P1 ഇൻറ്റു A ഈക്വൽ ടു എം ജിക്ക് പകരം റോ എച്ച് എ ജി. ഓക്കെ, റോ എച്ച് എ ജി. അപ്പൊ എന്ത് വരും? എയും ക്യാൻസൽ ചെയ്ത് പോവും. P2 മൈനസ് P1 ഇസ് ഈക്വൽ ടു റോ ജി എച്ച് എന്നുള്ളൊരു ഇക്വേഷൻ വരും. അതായത് പ്രഷർ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? ഡെൻസിറ്റി, അതുപോലെ തന്നെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഹൈറ്റ്, ഇതിന് ഈക്വൽ ആണെന്നുള്ള രീതിയിൽ വരും. P2 മൈനസ് P1 ഈസ് ഈക്വൽ ടു റോ ജി എച്ച്. ഓക്കെ, ഈ ഒരു ഇക്വേഷനിലേക്കാണ് നമ്മൾ എത്താം. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു കേസാണ് അല്ലേ? P2 മൈനസ് P1 ഈസ് ഈക്വൽ ടു റോ ജി എസ്. ഇനി സപ്പോസ് ഞാൻ ഏതെങ്കിലും ഒരു പ്രഷർ, അതായത് ഏതെങ്കിലും ഒരു സർഫസ് എന്ത് ചെയ്യാണ്? സർഫസ് ലെവലിൽ കൊണ്ടുപോയി വെക്കുകയാണ്, അതായത് വെള്ളത്തിന്റെ സർഫസ് ലെവലിൽ കൊണ്ടുപോയി വെക്കുകയാണ്. അപ്പൊ ആ ഒരു ഭാഗത്തെ പ്രഷർ എന്ന് പറയുന്നത് ഏതായിരിക്കും? ATM ആയിരിക്കും, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും അവിടെ ആക്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് ആ ഇക്വേഷൻ എനിക്ക് എന്ത് ചെയ്യാം? ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. റീഅറേഞ്ച് ചെയ്ത് എഴുതാം. അതാണ് എന്ത്? P മൈനസ് പി എ. ഓക്കെ, P മൈനസ് പി എ ഈസ് ഈക്വൽ ടു റോ ജി എച്ച്. P മൈനസ് പി എ ഈസ് ഈക്വൽ ടു റോ ജി എച്ച്. പി എ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ് അവിടെ വരുന്ന അനുഭവപ്പെടുന്നത്. സോ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഗേജ് പ്രഷർ എന്ന് പറയാം. ഓക്കെ, ഗേജ് പ്രഷർ എന്ന് പറയുന്നത്, ഗേജ് പ്രഷർ. ഓക്കെ, ഇനി ഈ പി എൻ അപ്പുറത്തേക്ക് കൊണ്ടുപോവാണ്. ഓക്കെ, ഈ പി എൻ അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് P ഈസ് ഈക്വൽ ടു പി എ പ്ലസ് റോ ജി എച്ച് എന്ന് പറയുന്നതാണ്. ദിസ് ഇസ് ദി ആബ്സല്യൂട്ട് പ്രഷർ. ഓക്കെ, ദിസ് ഇസ് ദി ആബ്സല്യൂട്ട് പ്രഷർ. രണ്ട് പ്രഷേഴ്സ് പറഞ്ഞു, ഒന്ന് ഗേജ് പ്രഷറും ഒന്ന് ആബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്ന രണ്ട് കൺസെപ്റ്റുകൾ നമ്മൾ പറഞ്ഞു. ഇതുവരെ ഓക്കെ ആണോ? ഇതുവരെ ഓക്കെ ആണ്. എങ്കിൽ നമുക്ക് ഒരു പാരഡോക്സിനെ കുറിച്ച് പറയാം. അതാണ് എന്ത്? ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ്. ഹൈഡ്രോ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു വെള്ളം വരുന്നുണ്ട്. ഓക്കെ, ബേസിക്കലി ഈ ഒരു എന്താ പറയാ, എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ പാരഡോക്സ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഷേപ്പിലുള്ള ഒരു വെസൽ നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, അതിന് പല ഷേപ്പാണ്. ഒരെണ്ണം ഇതുപോലെ ഒരു വി ഷേപ്പിലുള്ള ഒരു ഷേപ്പാണ് വരുന്നത്. പിന്നെ ഒരെണ്ണം വരുന്നത് എങ്ങനെയാ? ഒരു കോൺ ആകൃതിയിലുള്ള ഒരു ഷേപ്പാണ് വരുന്നത്. ഓക്കെ, ഒരെണ്ണം ഭയങ്കര ലെങ്തി, നീളത്തിലുള്ള ഒരു ഷേപ്പിലാണ് വരുന്നത്. ഇങ്ങനെയാണ് അതിന്റെ ഷേപ്സ് എന്ന് പറയുന്നത്. ബട്ട് ഇവിടെ വെള്ളം നിറയ്ക്കുന്ന സമയത്ത് ഇത് എല്ലായിടത്തും എന്താ? ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടാണ് കിടക്കുന്നത്. ഓക്കെ, അതായത് ഇവിടെയും കറക്റ്റ് അതേ ഇതിലെ അളവിൽ തന്നെയാണ് വെള്ളം കിടക്കുക. ഇവിടെയും കറക്റ്റ് ഇതിലാണ് വെള്ളം കിടക്കുക. അതായത് ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം അതിന്റെ ഇത് ഷേപ്പ് ഏതാണെന്നുള്ളത് മാറ്റർ അല്ല, അതായത് ഇതിന്റെ ഏരിയ എങ്ങനെയാണെന്നുള്ളത് മാറ്റർ അല്ല. ആ കൂടെ നോക്കുന്ന ഹൈറ്റ് ആണ് അവിടെ മാറ്റർ ആയിട്ട് വരുന്നത്. അതായത് കണ്ടെയ്നറിന്റെ ഷേപ്പ് എന്തല്ല, ക്രോസ് സെക്ഷണൽ ഏരിയനോ അതുപോലെ തന്നെ ഷേപ്പിനോ എന്ത് ചെയ്യുന്നില്ല? ആബ്സല്യൂട്ട് പ്രഷർ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആകെ എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? ഹൈറ്റിനെ മാത്രമേ അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ അല്ലെ? നേരത്തെ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ? റോ ജി എച്ച് ആണ്. അവിടെ ഏരിയ, ക്രോസ് സെക്ഷണൽ ഏരിയനെ കുറിച്ചോ അല്ലെങ്കിൽ ഷേപ്പിനെ കുറിച്ചോ ഒന്നും പ്രതിപാദിക്കുന്നതായിട്ടുള്ള ക്വാണ്ടിറ്റി ഇല്ല. ആ കൂടെ ആര് മാത്രമേ ഉള്ളൂ? ഹൈറ്റ് മാത്രമേ ഉള്ളൂ. സോ ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഈ ഒരു പാരഡോക്സിലൂടെ പറയുന്നത്. എന്താണ്? ആബ്സല്യൂട്ട് പ്രഷർ എന്താണ്? ക്രോസ് സെക്ഷണൽ ഏരിയനെയോ അതുപോലെ തന്നെ എന്താണ് ഈ പറഞ്ഞ പോലെ ഷേപ്പിനെ ഒന്നും തന്നെ എന്ത് ചെയ്യില്ല? ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആര് മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? ഹൈറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്? എല്ലാ ലെവലിലും ഹൊറിസോണ്ടലി സെയിം ആയിട്ട് തന്നെ ആയിരിക്കും അവിടെ പോവാം. എന്താണ് എന്ത് ബേസിക്കലി ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് എന്ന് പറയുന്നത്? ഓക്കെ, അതിൽ കൂടുതൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അധികം നിങ്ങൾക്ക് അതും പഠിക്കാൻ അധികം വരുന്നില്ല അതിൽ. ഓക്കെ, സോ അതുകൊണ്ട് അത് അങ്ങനെ പോവാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി പ്രഷർ അളക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് എന്ത്? മെർക്കുറി ബാരോമീറ്റർ എന്ന് പറയുന്നത്. നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അളക്കുന്ന
ഒരു ഇൻസ്ട്രുമെന്റ് ആണ് എന്ത് മെർക്കുറി ബാരോമീറ്റർ എന്ന് പറയുന്നത്. സോ PA ρGH എന്നുള്ള ഒരു ഇക്വേഷൻ വെച്ച് നിങ്ങൾക്ക് അറിയാം മെർക്കുറി ബാരോമീറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. സോ ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ ആണ് മറ്റൊരു ഡിവൈസ് എന്താ ഗേജ് പ്രഷർ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു ഡിവൈസ് ആണ് എന്തെന്ന് പറയുന്നത് ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു യു ഷേപ്പിലുള്ള ഒരു ഫിഗർ ആണ് അതിന്റെ മാനോമീറ്ററിന്റെ. ഓക്കെ, ഇങ്ങനെയാണ് ആ ഒരു ഫിഗർ വരാം. സോറി, ഇങ്ങനെ ഒരു ഫിഗർ ആണ് അതിന് വരാം. ഓക്കെ, ഇങ്ങനെയാണ് അതിന്റെ ഒരു ഓപ്പൺ ട്യൂബ് മാനോമീറ്ററിന്റെ ഒരു ഫിഗർ വരുന്നത്. ജസ്റ്റ് ഞാൻ വരച്ചിട്ടു എന്നുള്ളൂ. എൻ്റെ ഈ ഒരു വര അത്ര നല്ലതല്ല, ഐ മീൻ അത്ര വൃത്തിക്കൊന്നല്ല ഇത് വരച്ചിട്ടുള്ളത്. എനിക്ക് അങ്ങനെ വരയ്ക്കാൻ കറക്റ്റ് അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വരയ്ക്കാത്തത്. ബേസിക്കലി ഒരു ഐഡിയ കിട്ടിയില്ല. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് കറക്റ്റ് പിക്ചർ എങ്ങനെയാണ് ആ ഒരു ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ വന്ന് കിടക്കുന്നത് എന്നുള്ളത്. ആ ഒരു ഐഡിയ മാത്രം നോക്കാം. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പാസ്കൽസ് ലോ ഓഫ് ഹൈഡ്രോളിക് ട്രാൻസ്മിഷൻ ആണ്. ഓക്കെ, ട്രാൻസ്മിഷൻ ഓഫ് ഫ്ലൂയിഡ് പ്രഷർ ആണ്. ഓക്കെ, പാസ്കൽസ് ലോ. സോ പാസ്കൽസ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫ്ലൂയിഡിന്റെ ഏതെങ്കിലും പാർട്ടിലേക്ക് നമ്മളൊരു പ്രഷർ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രഷർ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നഷ്ടപ്പെടാതെ തന്നെ എന്ത് ചെയ്യും, ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും എന്നതാണ് പാസ്കൽസ് ലോ പറയുന്നത്. അതായത് നമ്മളൊരു ഫ്ലൂയിഡിന്റെ ഏതെങ്കിലും ഒരു പാർട്ടിൽ നമ്മൾ പ്രഷർ കൊടുക്കുന്നു, ആ കൊടുക്കുന്ന പ്രഷർ എന്താണ് നഷ്ടപ്പെടാതെ വിത്തൗട്ട് ലോസ് എന്ത് ചെയ്യും, ആ ഫ്ലൂയിഡിന്റെ എല്ലാ ഭാഗത്തേക്കും ഈക്വലി ഡിസിപ്പിറ്റേറ്റ് ചെയ്യുന്നു എന്നാണ് എന്ത് പറയുന്നത് പാസ്കൽസ് ലോ പ്രധാനമായിട്ട് പറയുന്നത്. അതിന്റെ ആപ്ലിക്കേഷൻ ആണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത് ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഹൈഡ്രോളിക് ലിഫ്റ്റ്. നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ സിറിഞ്ച് ഉപയോഗിച്ച് ഈ ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ ഒരു ചെറിയ മാതൃക ഒക്കെ ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ടാവും. 2 സിറിഞ്ചസ്, ഒരെണ്ണം വലിക്കുമ്പോൾ ഒരെണ്ണം എന്തെയും അടയും. അപ്പൊ അങ്ങനെ പാലം പൊക്കാനും താത്താനും ഒക്കെ ഞങ്ങൾ പണ്ട് എന്താ പറയാ സയൻസ് എക്സിബിഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ സാരില്ല. നമുക്ക് ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ ഒരു ഫിഗർ നോക്കാം എങ്ങനെയാ വരുന്നതെന്നുള്ളത്. സോ ഇവിടെ ഒരു ചെറിയ ഏരിയ സെക്ഷൻ ഉണ്ട്, ചെറിയ ഏരിയ സെക്ഷൻ, ആൻഡ് ഇവിടെ ഒരു വലിയ ഏരിയ സെക്ഷൻ ഉണ്ട്. ഓക്കെ, ഒരു വലിയ ഏരിയ സെക്ഷൻ ഉണ്ട്. ഓക്കെ, ആൻഡ് ഈ വലിയ ഏരിയ സെക്ഷനിൽ ഒരു കാർ ഇരിക്കാമെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു കാർ ഇരിക്കുകയാണ്. ഇതിനെ കാറെന്ന് വിളിക്കാനൊന്നും പറ്റത്തില്ല, ബട്ട് നിങ്ങൾ തൽക്കാലം ഇതൊരു കാറാണെന്ന് വിചാരിക്കുക. ഓക്കെ, ആൻഡ് നമ്മളിവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ആണ് F1 എന്ന് കൺസിഡർ ചെയ്യുക. ഓക്കെ, F1 എന്ന് കൊടുക്കുകയാണ്. ആൻഡ് ഇതാണ് ഏരിയ A1. ഓക്കെ, A1 ഏരിയ എന്ന് ഞാൻ കൺസിഡർ ചെയ്യാണ്. സിമിലർലി ദിസ് ഈസ് മൈ A2. ഓക്കെ, ഇതാണ് എൻ്റെ ഏരിയ 2. ആൻഡ് ഇവിടെയാണ് എന്ത് പറയുന്നത് F2 എന്ന് പറയുന്നത്. ഓക്കെ, F2 എന്ന് പറയുന്ന ഫോഴ്സ് അപ്ലൈ ചെയ്യപ്പെടുന്നത് എവിടെയാണ് F2ലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കേണ്ടത് സ്മോളർ പിസ്റ്റൺ. ഇതാണ് സ്മോളർ പിസ്റ്റൺ. ഈ സ്മോളർ പിസ്റ്റണിൽ അപ്ലൈ ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് എന്താ F1/A1 ആയിരിക്കും അല്ലെ, F1/A1 ആയിരിക്കും. ഇനി പ്രഷർ ട്രാൻസ്മിറ്റഡ് ടു ദ എന്താണ് വലിയ പ്രഷർ അല്ലെങ്കിൽ ലാർജ് പിസ്റ്റൺ അല്ലെങ്കിൽ കാറിന്റെ അവിടെയുള്ള പിസ്റ്റണിലേക്കുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് എന്താ, ഇറ്റ് ഈസ് F2/A2 അല്ലെ. പ്രഷർ എന്ന് പറയുന്നത് F2/A2. നമ്മളെ പാസ്കൽസ് ലോ പ്രകാരം എന്താ, ഈ പ്രഷർ എവിടെയും നഷ്ടപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. സോ രണ്ടിന്റെയും പ്രഷർ എന്തായിരിക്കും, ഈക്വൽ ആവണം. ഓക്കെ, സോ രണ്ടിന്റെയും LHS അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആണെങ്കിൽ മീനിങ് എന്താ, രണ്ടിന്റെ റൈറ്റ് സൈഡ് എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. ഓക്കെ, സോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, F1/A ഈസ് ഈക്വൽ ടു F2/A2. ഓക്കെ, ഇങ്ങനെ ഒരു കേസിൽ ഇടാം. ഇനി എനിക്ക് ഇതിൽ ഏതെങ്കിലും ഇപ്പൊ നമ്മൾ F1 എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ കൊടുക്കുന്ന ഒരു ഫോഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ആക്ച്വലി F1 എത്രയാണെന്നുള്ളത്, കൊടുക്കുന്ന ഫോഴ്സ് എത്രയാണെന്നത്. A1 A2 നമുക്കറിയാം, കാരണം ഏരിയാസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആകെ അറിയാത്തത് ഈ ബോഡിയിൽ അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ കൊടുക്കുന്ന ഫോഴ്സ് എത്രയാണെന്നാണ്. F2 ആണ് നമുക്ക് അറിയാതെ പോവുക. അപ്പൊ F2 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് എഴുതാം. അപ്പൊ F2 ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റും, F1 ഇൻറ്റു എന്താണ് A2/A1 എന്നുള്ള ഒരു ഇക്വേഷനിലേക്ക് എത്തും. ഓക്കെ, A2/A1 ഇതാണ് എന്ത് A2 എന്ന് പറയുന്ന ഏരിയയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇവിടെ മനസ്സിലാക്കേണ്ട കേസ് എന്ന് പറയുന്നത് A2ൽ അതായത് സെക്കൻഡ് ലാർജ് പിസ്റ്റണിൽ എന്താണ് F1 കൊടുക്കുന്നതിന്റെ ഒപ്പം A2/A1 ഇൻക്രീസ് ചെയ്തിട്ടാണ് ഫോഴ്സ് അനുഭവപ്പെടുന്നത് A2ൽ അനുഭവപ്പെടുന്നത്. ഓക്കെ, ഒരു A2/A1 ഫാക്ടർ കൂടുതലാണ്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, F1-നേക്കാളും A2/A1 ഫാക്ടർ കൂടുന്നുണ്ട്. അതാണ് ആക്ച്വലി ഈ ഒരു ഇക്വേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്.
അല്ലേ? ഒരു ഫാക്ടർ മൾട്ടിപ്ലൈ ആണ്, അപ്പൊ അതിനർത്ഥം അത് കൂടുകയാണെന്നാണ് അതിന്റെ മീൻ. a2/a1 ഡിവൈഡ് ചെയ്തിട്ട് അതെന്താണ്, മൾട്ടിപ്ലൈ ആണ്. അപ്പൊ എന്താണ്, f1-നേക്കാളും കൂടുതലാണ് അത് വരുന്നത്. ഓക്കെ, സോ അവിടെ എന്താണ്, ഇൻക്രീസിങ് ആണ്, ഫോഴ്സ് ആക്ച്വലി എന്താണ്, കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു കേസ് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം എപ്പോഴും. സിമിലർലി ഇതിന്റെ വേറൊരു അപ്ലിക്കേഷൻസ് ആണ് ഈ ഹൈഡ്രോളിക് ബ്രേക്സ് എന്നൊക്കെ പറയുന്ന, നമ്മുടെ വാഹനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന വലിയ ഹെവി ട്രക്കുകളിലൊക്കെ ഈ ഹൈഡ്രോളിക് ബ്രേക്കിംഗ് സിസ്റ്റം ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം വലിയ ടൺ വണ്ടികളൊക്കെ നിർത്തണമെങ്കിൽ ഈ ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റമാണ്. നമ്മളെ യൂഷ്വൽ കേബിൾ സിസ്റ്റത്തിലൊന്നും വർക്ക് ചെയ്യാത്തതിനൊക്കെ നമ്മൾ ഈ ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റം ആണ് യൂസ് ചെയ്യുന്നത്. കുറച്ചുകൂടി എഫക്റ്റീവ് ആണ് ഈ ഒരു ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതും ഇതിന്റെ ഒരു അപ്ലിക്കേഷൻ പാർട്ടായിട്ട് വരും. മേ ബി ചോദിക്കാം, ഈ പാസ് കേസിലൂടെ അപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞ് ചോദിക്കാൻ പറ്റാവുന്നതിൽ ഒന്നാണ് ഈ ഹൈഡ്രോളിക് ലിഫ്റ്റ്, രണ്ട് എന്താണ് ഹൈഡ്രോളിക് ബ്രേക്സ് എന്ന് പറഞ്ഞത്. സിമിലർലി അതൊരു സിലിണ്ടേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സിലിണ്ടർ ഇങ്ങനെ വലിയുന്നതും റിലീസ് ചെയ്യുന്ന സമയത്ത്. ഈ ട്രെയിനിന്റെ ഒക്കെ ഒരു ഹൈഡ്രോളിക് ബ്രേക്കിന്റെ ഒരു പാർട്ടൊക്കെ ഉണ്ട്. നിങ്ങൾ ട്രെയിനിന്റെ എഞ്ചിൻ പാർട്ടിലൊക്കെ നോക്കിയാൽ കാണാം, ചില സമയത്ത് ഒരു സിലിണ്ടറൊക്കെ ഇങ്ങനെ ഉള്ളിലേക്ക് വലിയുന്നതും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതൊക്കെയാണ് ഒരു ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് പറയുന്ന കേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് പറയുന്ന കേസ്, ഹൈഡ്രോളിക് ബ്രേക്ക് എന്ന് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇത്രയാണ്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട കേസുകൾ എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഇന്നത്തെ ഒരു പോർഷൻ നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡ് അപ്പ് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ ഞാൻ എടുക്കട്ടെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം. ചെറിയൊരു ക്വസ്റ്റ്യൻ ചെയ്താൽ നമുക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, വാട്ട് ഈസ് ദ പ്രഷർ ഓൺ എ സ്വിമ്മർ 10 meter ബിലോ ദ സർഫസ് ഓഫ് എ ലേക്ക്? അതായത് വാട്ട് ഈസ് ദ പ്രഷർ ഓൺ എ സ്വിമ്മർ, ഒരു സ്വിമ്മറിന് അനുഭവപ്പെടുന്ന പ്രഷർ 10 meter ബിലോ സർഫസ് ഓഫ് ലേക്ക്, അതായത് ഒരു ലേക്കിന്റെ 10 meter താഴെ അനുഭവപ്പെടുന്ന പ്രഷർ, ഒരു സ്വിമ്മറിന് അനുഭവപ്പെടുന്ന പ്രഷറാണ് നമുക്ക് അറിയേണ്ടത്. സോ അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? h എന്ന് പറയുന്നത് എത്രയാണ്? 10 meter ആണ് ഇവിടെ തന്നിട്ടുള്ളത്, 10 meter ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ആൻഡ് നമുക്ക് റിലേറ്റീവ് ഡെൻസിറ്റി അറിയാം, എത്രയാണ്? 1000 kilogram per അല്ല, ഇത് വാട്ടർ സ്ക്വയർ അല്ലേ, അല്ല ക്യൂബ്, മീറ്റർ ക്യൂബ്. അതായത് വാട്ടർ അറ്റ് 4 degree Celsius നമുക്കറിയാം. സോ ജി എന്തായിട്ട് എടുക്കാം? ജി ഞാൻ 10 meter/s² ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ, ഫോർ കൺവീനിയൻസ് ഞാൻ 10 meter/s² ആയിട്ട് എടുക്കുകയാണ്. ചില സമയത്ത് നിങ്ങളോട് 9.8 ആയിട്ട് എടുക്കാൻ പറഞ്ഞാൽ 9.8 ആയിട്ട് എടുക്കുക. ഇൻ കേസ് അതില്ലെങ്കിൽ, നിങ്ങൾക്ക് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് എന്താണ്, ഫോർ കൺവീനിയൻസ് മേ ബി നമുക്ക് 10 ആയിട്ട് എടുക്കാം ഫോർ സോൾവിങ്. ഇക്വേഷൻ എന്തായിരുന്നു നമുക്ക്? P = PA + ρGHLA. ρGHLA നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ PA എന്ന് പറഞ്ഞാൽ എന്താണ്? 1.13 × 10⁵ പ്ലസ് റോ എന്ന് പറഞ്ഞാൽ 1000 × 10 × 10 അല്ലേ? ഇങ്ങനെയല്ലേ പോണേ, × 10 അപ്പോൾ ഇവിടെയും 5 ആയി, ഇവിടെയും 5 ആയി, 10⁵ ആണ് വരുന്നത്. സോ അപ്പോൾ ഇവിടെ എന്ത് വരും? 2.01 × എന്ത് വരും? 2.01 × 10⁵ അല്ലെ? 2.01 × 10⁵ പാസ്കൽ ആണ് ആൻസർ വരാ. അല്ലെങ്കിൽ ATM-ലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് 2 ATM. ഓക്കെ, ഇറ്റ് ഈസ് 2 ATM. അതായത് 2 atmospheric pressure ആണ് 10 meter താഴെയുള്ള ഒരു സ്വിമ്മറിന് അനുഭവപ്പെടുന്ന പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളും ചോദിക്കാം. ഓക്കെ, ഒരാള് കുളത്തിൽ ഇത്ര താഴ്ചയിൽ നീന്തിക്കൊണ്ടിരിക്കുന്ന അയാൾക്ക് അനുഭവപ്പെടുന്ന, അല്ലെങ്കിൽ സ്കൂബ ഡൈ ചെയ്യുന്ന ഒരാൾ കടലിൽ, അപ്പൊ അയാൾക്ക് അനുഭവപ്പെടുന്ന പ്രഷർ, ഇങ്ങനെയൊക്കെ ഒരു കേസസ് വരാം. ഓക്കെ, ഞാൻ ഈ ഒരു ചോദ്യം ഇട്ടത് നമ്മുടെ വേരിയേഷൻ ഓഫ് പ്രഷർ വിത്ത് ഡെപ്ത് എന്നുള്ളൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. നെക്സ്റ്റ് നമ്മൾ സ്ട്രീം ലൈൻ ഫ്ലോയും അതുപോലെ തന്നെ കണ്ടിന്യൂറ്റി ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം ബെർണോളിസ് തിയറം ഒക്കെ ഈ ഒരു കേസിൽ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.